നമസ്കാരം സുഹൃത്തുക്കളെ. ഇങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും കായ്ച്ചു കേട്ടോ. 2 മുട്ട ഉണ്ടായി വരുന്നുണ്ട്. അമേരിക്കക്കാരനാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പം ലോകത്തെല്ലായിടത്തും തന്നെ കൃഷിയുണ്ട് ഇതിൻ്റെത്. ഇത് നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രമ്മിലൊക്കെ നട്ടിട്ട് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, കമ്പോസ്റ്റ് എല്ലാം ഇട്ടുള്ള മിക്സ് നമ്മളിതിൽ നിറച്ചിട്ട് ഇതിൻ്റെ തണ്ട് നടുകയാണെങ്കിൽ നല്ലപോലെ കായ ഉണ്ടാവും. ഇത് വിരിഞ്ഞൊരു പൂവാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗം കണ്ടില്ലേ, ഇതാണ് കായായിട്ട് വരുന്നത്. മറ്റേ പൂവ് കുറച്ച് കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകും. വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇത് വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളാണ് ഏറ്റവും ഉത്തമം കൃഷി ചെയ്യാൻ വേണ്ടി. എന്തായാലും നട്ടിട്ട് ഒരു 2 വർഷം 1.5 വർഷം എന്തായാലും എടുക്കും ഇത് കായ്ച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ. ഫാമുകാരൊക്കെ 6 മാസം എന്ന് പറയുന്നുണ്ടെങ്കിലും 6 മാസം കൊണ്ടൊക്കെ കായ്ക്കാൻ